नमस्ते। आज की कक्षा में सबको स्वागत। നമ്മൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്റർ നമ്മുടെ അവസാനിച്ചു. ആദ്യം നമ്മളൊരു ചിത്ര മുദ്ഗൽ എഴുതിയ ഒരു ചെറുകഥ ലഘു കഹാനിയായിരുന്നു. രണ്ടാമത് നമ്മൾ ഒരു യാത്രാ വിവരണമാണ് പ്രദീപ് പന്തിൻ്റെ യാത്രാ വൃത്താന്ത്. രണ്ടെണ്ണം നമ്മൾ അവസാനിച്ചു. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് രാമവൃക്ഷ ബേണിപുരി എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റസിയ എന്ന പേരുള്ള ഒരു രേഖാചിത്രമാണ്. അപ്പോൾ ആദ്യം നമുക്ക് രേഖാചിത്രം എന്താണെന്ന് നോക്കാം. രേഖാചിത്ര हिंदी की നവീനതം ഗദ്യവിധാവോ മേം സെ ഏക് ഹെ. രേഖാചിത്രം എന്ന് പറയുന്നത് ഗദ്യരചനയാണ്, ഗദ്യത്തിൽ വരുന്നതാണ്. അതിൽ ഹിന്ദിയുടെ തന്നെ പുതിയ തരത്തിലുള്ള ഗദ്യരൂപങ്ങളിലൊന്നാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഹാദേവി വർമ്മയുടെ ഗൗരാഗായൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. രേഖാചിത്രമാണത്. അപ്പോൾ അതുപോലെ തന്നെ രാമവൃക്ഷ ബേണിപുരിയുടെ ഒരു രേഖാചിത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗദ്യത്തിൻ്റെ തന്നെ ഒരു പുതിയ രൂപമാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. ജിസ് പ്രകാർ ചിത്രകാർ തൂലികാസെ ചിത്ര ബനാത്താ ഹേ. എങ്ങനെയാണ് ഒരു ചിത്രകാരൻ പേന ഉപയോഗിച്ച് അല്ലെങ്കിൽ തൂലിക ഉപയോഗിച്ച് ചിത്രം ഉണ്ടാക്കുന്നത് ആണ് രേഖാചിത്രം എന്ന് പറയുന്നത്. ठीक उसी प्रकार रेखा चित्रकार शब्दों के माध्यम से जीवन की विविध घटनाओं, व्यक्तियों तथा दृश्यों का सजीव चित्र प्रस्तुत कर देता है. അപ്പോൾ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലെ തന്നെ രേഖാചിത്രകാരന്മാർ അവരെന്ത് ചെയ്യുന്നു? ശബ്ദം കെ മാധ്യം സെ, വാക്കുകളുടെ മാധ്യമത്താലാണ് ജീവൻക്ക് വിവിധ ഘടനാവോ, ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ, വ്യക്തിയും തഥാ ദൃശ്യവും കാ സജീവ ചിത്ര, വ്യക്തികളുടെ അതുപോലെ ദൃശ്യങ്ങളിലെ വളരെ സജീവമായിട്ടുള്ള ചിത്രമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതാണ് രേഖാചിത്രകാരന്മാർ ചെയ്യുന്നത്. പാഠകോം കെ സമക്ഷ ഉസ് വ്യക്തി ഘടന പ്രസംഗ് की चित्रात्मक अभिव्यक्ति ही രേഖാചിത്ര कहलाती है. അപ്പോൾ പാഠകോം കെ സമക്ഷ, പാഠകോം കെ സാമനെ, അതായത് വായനക്കാരുടെ മുന്നിൽ ആ വ്യക്തി, ആ സംഭവം, സന്ദർഭം തുടങ്ങിയവയുടെ ചിത്രാത്മകമായിട്ടുള്ള വ്യക്തമാക്കൽ അല്ലെങ്കിൽ സ്പഷ്ടമാക്കലാണ് രേഖാചിത്രം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രേഖാചിത്ര, ചിത്രമുണ്ട്, രേഖാചിത്ര. രേഖാചിത്ര അംഗ്രേജിക്ക് സ്കെച്ച് ശബ്ദ കാ ഹിന്ദി പര്യായ ഹെ. നമ്മൾ സ്കെച്ച് എന്ന് പറയും, ഒരു വീട് പണിയുമ്പോൾ നമ്മൾ സ്കെച്ച് ഉണ്ടാക്കുക. ആദ്യം രേഖ കൊണ്ട് നമ്മൾ സ്കെച്ച് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന സ്കെച്ച് എന്നുള്ളതിൻ്റെ പര്യായ രൂപമാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദി സാഹിത്യകോശ് के अनुसार रेखाचित्र किसी व्यक्ति, वस्तु, घटना या भाव का कम से कम शब्दों में मर्मस्पर्शी, भावपूर्ण एवं सजीव अंगन है. ഇപ്പോൾ ഹിന്ദി സാഹിത്യകോശത്തിൻ്റെ അതനുസരിച്ച്, ഹിന്ദി സാഹിത്യ ഡിക്ഷണറി അനുസരിച്ച് ഇവിടെ രേഖാചിത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, വസ്തു അല്ലെങ്കിൽ ഘടന, ഇൻസിഡൻറ്റ്, അതുപോലെ ഭാവുക കംസേ കം ശബ്ദമേ, അല്ലെങ്കിൽ ഭാവം, അതിൻ്റെ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ മർമ്മസ്പർശി എന്ന് പറഞ്ഞാൽ ഹൃദയസ്പർശിയായ രീതിയിൽ, ഭാവപൂർണ്ണ, ഭാവത്തോടുകൂടി, സജീവ് അങ്കൻഹേ, സജീവമായിട്ടുള്ള രേഖപ്പെടുത്തലാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. ഏതെങ്കിലും വ്യക്തിയോ വസ്തുവോ സംഭവമോ ഭാവമോ അത് വളരെ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഹൃദയസ്പർശിയായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് രേഖാചിത്രം ചെയ്യുന്നത്. ഇവിടെ പ്രസിദ്ധ രേഖാചിത്രകാർ രാമവൃക്ഷ ബേണിപുരി इसके लिए ശബ്ദചിത്ര കാ പ്രയോഗ करते हैं. ഇവിടെ രാമവൃക്ഷ ബേണിപുരി നമ്മൾ എടുക്കാൻ പോകുന്ന അദ്ദേഹം ശബ്ദചിത്ര കാ പ്രയോഗ करते, ശബ്ദചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ്. അതുപോലെ ഡോക്ടർ നഗേന്ദ്രനെ ഇസെ സ്മൃതി ചിത്ര കെ നാം സെ അഭിഹിത കിയാ ഹെ. ഡോക്ടർ നഗേന്ദ്ര ആണെങ്കിൽ ഇതിനെ സ്മൃതി ചിത്ര എന്ന പേരിലും പേര് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ രേഖാചിത്ര സംസ്മരൺ വിധാക്ക കലാത്മക ഏവം വികസിത രൂപം മാനാ ജാ സക്താ ഹെ. അപ്പോൾ രേഖാചിത്രം എന്ന് പറയുന്നത് സംസ്മരൺ എന്ന് പറയുന്ന നമ്മുടെ ഓർമ്മകളിൽ നിന്ന് എടുക്കുന്ന അതിൻ്റെ കലാത്മകവും വികസിതമായ രൂപമായിട്ട് രേഖാചിത്രത്തെ കണക്കാക്കാം. അപ്പോൾ നമ്മുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നത് സംസ്മരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുക്കുന്ന കലാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ വികസിത രൂപത്തെയാണ് രേഖാചിത്രം എന്ന് പറയുന്നത്. സംസ്മരണത്തിൻ്റെ തന്നെ വേറൊരു രൂപമായിട്ട് രേഖാചിത്രത്തെ നമ്മൾ കണക്കാക്കുന്നു. ഇനി രേഖാചിത്രകാർ में अनुभूति की गहनता,
സത്യത ഏവം അഭിവ്യക്തിക്ക് കുശലത വാഞ്ചനീയ ഹെ. ഒരു രേഖാചിത്രകാരനിലെ അനുഭവങ്ങൾ, ആഴത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സത്യമായ കാര്യങ്ങളായിരിക്കണം, അതുപോലെ തന്നെ അത് വ്യക്തമാക്കാനുള്ള, അവതരിപ്പിക്കാനുള്ള സാമർത്ഥ്യം, ഇതെല്ലാം അഭിലഷണീയമാണ്. ഇസ് ദൃഷ്ടി സെ മഹാദേവി വർമ്മ, രാമവൃക്ഷ ബേണിപുരി, ബനാറസിദാസ് ചതുർവേദി കാ നാം വിശേഷ ഉല്ലേഖനീയ ഹെ. ഇപ്പോൾ രേഖാചിത്രകാരന്മാരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സാഹിത്യകാരന്മാരാണ്. ഒന്ന് മഹാദേവി വർമ്മ, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രാമവൃക്ഷ ബേണിപുരി നമ്മൾ പഠിക്കാൻ പോകുന്ന അദ്ദേഹത്തെക്കുറിച്ചാണ്. അതുപോലെ ബനാറസിദാസ് ചതുർവേദി. ഇവർ 3 പേരുടെ പേര് വളരെ എടുത്തു പറയേണ്ട 3 വ്യക്തികളാണ് അവർ. അപ്പോൾ അതാണ് മഹാദേവി വർമ്മയുടെ രേഖാചിത്രം നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ രേഖാചിത്രം എന്ന് പറയുന്നത് ഗദ്യത്തിൻ്റെ തന്നെ ഒരു രൂപം തന്നെയാണ്. ഇത് വരുന്നത് സംസ്മരണം എന്നുള്ളതിൽ നിന്നാണ് ഈ രേഖാചിത്രം വരുന്നത്. സ്കെച്ച് എന്ന രൂപത്തിലാണ്, അതായത് ഇംഗ്ലീഷിൽ നമ്മൾ സ്കെച്ച് എന്ന് പറയും, രൂപരേഖ അല്ലെങ്കിൽ രേഖാചിത്രം എന്ന് പറയും. അതിൻ്റെ ഇപ്പം നമ്മൾ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ നമ്മൾ വ്യക്തമാക്കുന്നതാണ്. വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് വ്യക്തമാക്കുന്നതിന് നമ്മൾ രേഖാചിത്ര എന്ന് പറയുന്നത്. അപ്പോൾ രേഖാചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ രാമവൃക്ഷ ബേണിപുരിയുടെ രേഖാചിത്രമാണ് റസിയ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. रामवृक्ष बेणीपुरी का जन्म 12 दिसंबर 1899 को उनके पैतृक गांव मुजफ्फरपुर जिले बिहार के बेणीपुर गांव के एक भूमिहार ब्राह्मण परिवार में हुआ था. എന്താ പറയുന്നത്, രാമവൃക്ഷ ബേണിപുരി ജനിച്ചത് എവിടെയെന്ന് പറയുന്നു, ഏത് വർഷമാണ് ജനിച്ചതെന്ന് പറയുന്നു. അദ്ദേഹം 1899 ഡിസംബർ 12-ാം തീയതി എവിടെയാണെന്ന് പറയുന്നത്, ബീഹാറിലെ മുസഫർപൂർ ജില്ലയിലെ, അദ്ദേഹത്തിൻ്റെ പൈതൃക ഗ്രാമമായിട്ടുള്ള മുസഫർപൂർ ജില്ലയിലെ ബേണിപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ, ബേണിപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ എന്താ പറയുക, ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം ബ്രാഹ്മണനായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ബീഹാറിൽ തന്നെ മുസഫർപൂർ എന്ന് പറയുന്ന ജില്ലയിലെ അദ്ദേഹത്തിന് അവരുടെ പൈതൃക ഗ്രാമമായിട്ടുള്ള ബേണിപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു 1899 ഡിസംബർ 12. उसी के आधार पर उन्होंने अपना उपनाम बेणीपुरी रखा था. അപ്പോൾ ബേണിപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രാമത്തിൻ്റെ പേര് നമ്മളിത് കൂടെ ചേർക്കണം ചെയ്ത്. ഉസ്കെ ആധാർ പർ ഉന്നോനെ അപ്പന ഉപനാം, അദ്ദേഹത്തിൻ്റെ ഉപനാമം ബേണിപുരി എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ആ ജനിച്ച സ്ഥലത്തെ ചേർത്തുകൊണ്ട്, അപ്പോൾ നമ്മൾ കുറേ ആളുകൾ നമ്മൾ ജനിച്ച ആ സ്ഥലത്തെ, സാഹിത്യകാരന്മാർ അങ്ങനെ ചെയ്യുന്നത്, ജനിച്ച സ്ഥലത്തെ ചേർത്തുകൊണ്ട് ഉപനാമം, അതായത് രാമവൃക്ഷം എന്നുള്ളതിൻ്റെ കൂടെ ബേണിപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചുകൊണ്ട് ബേണിപുരി എന്ന പേരും കൂടി അദ്ദേഹം വെച്ചു എന്ന് പറയുന്നത് പേരിൻ്റെ കൂടെ. ഉൻകി പ്രാഥമിക ശിക്ഷ നനിഹാൽ മേ ഹുയി തി. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നനിഹാൽ മേ ഹുയി തി, നനിഹാലിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. മെട്രിക് പാസ് करने के बाद वे असहयोग आंदोलन में शामिल हो गए. ഇനി മെട്രിക് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം, മെട്രിക് പാസ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം അദ്ദേഹം അസഹयोग ആന്തോളൻ മേ ഷാമിൽ ഹോകെ, നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. ഷാമിൽ ഹോന എന്ന് പറഞ്ഞാൽ പങ്കെടുക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഉൻകി ഭാഷ വാണി പ്രഭാവശാലി തി. പ്രഭാവശാലി എന്ന് വളരെ ഇമ്പ്രസീവായിട്ടുള്ളത്, ഇമ്പ്രസ് ചെയ്യാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പ്രഭാവശാലിയായിരുന്നു, വളരെയധികം ഇമ്പ്രസീവ് ചെയ്യുന്നതായിരുന്നു. ഉൻകാ വ്യക്തിത്വ ആകർഷക് ഏവം ശൗര്യക്ക് ആഭാസെ ദീപ്തത. ഇനി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രാമവൃക്ഷ ബേണിപുരിയുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആകർഷകമായുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അവർ ശൗര്യക്ക് ആഭാസെ, വളരെ ശൂരനായിരുന്നു, വളരെ ശൂരതയുള്ള അല്ലെങ്കിൽ വളരെ ഹീറോയിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ശൂരനായിട്ടുള്ള, ശൂരതയുള്ള, അതിൻ്റെ ഒരു തിളക്കത്തോടു കൂടിയൊരു വ്യക്തിയായിരുന്നു നമ്മുടെ രാമവൃക്ഷ ബേണിപുരി. അപ്പം നല്ല ധൈര്യവാനായിരുന്നു, നല്ല വീരനായിരുന്നു, അതുപോലെ തന്നെ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു.
रामवृक्ष बेनीपुरी भारत के एक महान विचारक, चिंतक, मनन करने वाले क्रांतिकारी साहित्यकार, പത്രകാർ, സമ്പാദക് थे. ഇനി അദ്ദേഹം ആരൊക്കെയാണെന്ന് പറയുന്നത്? അദ്ദേഹം രാമവൃക്ഷ ബേണിപുരി ഭാരതത്തിൻ്റെ തന്നെ ഒരു മഹാൻ വിചാരക്, നല്ലൊരു ചിന്തകനായിരുന്നു, മഹാനായൊരു ചിന്തകനായിരുന്നു. വിചാരക് എന്ന് പറഞ്ഞാൽ ചിന്തകൻ എന്ന് പറഞ്ഞാൽ ചിന്തകൻ. മനൻ കർണേവാലി ക്രാന്തികാരി സാഹിത്യകാർ, അതായത് ഒരുപാട് ചിന്താശേഷിയുള്ള വിപ്ലവകാരിയായിട്ടുള്ളൊരു സാഹിത്യകാരനായിരുന്നു. ക്രാന്തികാരി, വിപ്ലവകാരിയായിട്ടുള്ള സാഹിത്യകാരനാണ്, പത്രകാരനാണ്, സമ്പാദകത്തെ എഡിറ്റർ കൂടിയായിരുന്നു. സമ്പാദകൻ എന്ന് പറഞ്ഞാൽ എഡിറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ഭാരതത്തിലെ ആരൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്? വലിയൊരു തത്വചിന്തകനായിരുന്നു എന്ന് പറയാം, ചിന്തകനായിരുന്നു, അതായത് ചിന്താശേഷിയുള്ള വിപ്ലവകാരിയായിട്ടുള്ള സാഹിത്യകാരനായിരുന്നു, പത്രകാരനായിരുന്നു, എഡിറ്ററായിരുന്നു. അപ്പോൾ ഈ റോളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇനി വേ ഹിന്ദി സാഹിത്യക്ക് ശുക്ലോത്തർ യുഗ് കെ പ്രസിദ്ധ സാഹിത്യകാർ थे. ഈ ഹിന്ദി സാഹിത്യത്തിൽ തന്നെ നമ്മൾ പ്രേംചന്ദ് യുഗുണ്ട്, ശുക്ല യുഗുണ്ട്, ദ്വിവേദി യുഗം, അങ്ങനെയുള്ള യുഗങ്ങളുണ്ട്, കാലഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൽ തന്നെ ശുക്ലോത്തർ യുഗ് കെ പ്രസിദ്ധ സാഹിത്യകാർ थे. ശുക്ലോത്തർ, ആചാര്യ രാമചന്ദ്ര ശുക്ലിന് ശേഷം വരുന്ന യുഗത്തിലെ പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരനായിരുന്നു. വേ ഏക് സഫൽ സമ്പാദക് കെ രൂപ മേ ബി യാദ് കിയേ ജാത്തെ ഹെ. അദ്ദേഹം നല്ലൊരു സമ്പാദക് രൂപ, എഡിറ്റർ എന്ന രൂപത്തിലും യാദ് കിയേ ജാത്തെ ഹെ, അദ്ദേഹത്തെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അതുപോലെ വേ രാജനീതിക് പുരുഷ് ന ഥേ പക്കേ ദേശഭക്ത ഥേ. രാജനീതിക് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ, രാഷ്ട്രീയം. അദ്ദേഹം രാഷ്ട്രീയത്തിൽ കഴിവ് തെളിച്ചൊരു വ്യക്തി ആയിരുന്നില്ല. രാജനീതിക് പുരുഷ് ന ഥേ, അതായത് പൊളിറ്റിക്കൽ ലീഡറൊന്നും ആയിരുന്നില്ല. പക്കേ ദേശഭക്ത ഥേ, നല്ലൊരു ദേശസ്നേഹിയായിരുന്നു എന്ന് പറയുന്നത്. ദേശഭക്തനായിരുന്നു, ദേശസ്നേഹിയായിരുന്നു. ഇനോനെ ഭാരതീയ സ്വതന്ത്രത സംഗ്രാം മേ 8 വർഷ ജയിൽ മേ ബിതായെ थे. ഇനി രാമവൃക്ഷ ബേണിപുരി ഭാരതീയ സ്വതന്ത്രത സംഗ്രാമേ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ, ഭാരതീയ സ്വതന്ത്രത സംഗ്രാമേ, സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്തെന്ന് പറയുന്നത്? 8 വർഷ, 8 വർഷത്തോളം ജയിൽ മേ ബിതായെ थे, ജയിലിൽ കഴിയേണ്ടതായിട്ട് അദ്ദേഹത്തിന് വന്നിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, അങ്ങനെ 8 വർഷത്തോളം ജയിലിൽ അദ്ദേഹത്തിന് കഴിയേണ്ടതായിട്ട് വന്നു, ചെലവഴിക്കേണ്ടതായിട്ട് വന്നു. ये हिंदी साहित्य के पत्रकार भी रहे और इन्होंने कई समाचार पत्रों जैसे युवक 1929 भी निकाले. അദ്ദേഹം സാഹിത്യത്തിൽ തന്നെ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൻ്റെ പത്രകാരനായിരുന്നു എന്ന് പറയുന്നു. പത്രാധിപനായിരുന്നു അല്ലെങ്കിൽ പത്രകാരനായിരുന്നു. പത്രകാർ ബി രഹേ और इन्होंने कई समाचार पत्रों, അദ്ദേഹം ഒരുപാട് ന്യൂസ് പേപ്പറുകൾ, അതായത് ഇവിടെ യുവക് 1929 പുറത്തിറങ്ങിയ യുവക് എന്ന് പറയുന്ന പത്രങ്ങളെ പോലെയുള്ള പത്രങ്ങളിലൊക്കെ അദ്ദേഹം പത്രകാരനായിട്ട് പ്രവർത്തിച്ചു, ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു എഡിറ്ററായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു, സമ്പാദകമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. इसके अलावा कई राष्ट्रवादी और स्वतंत्रता संग्राम संबंधी कार्यों में संलग्न रहे. इसके अलावा, ഇതൊന്നും കൂടാതെ, ഇതിന് പുറമേ അദ്ദേഹം കൈ രാഷ്ട്രവാദി, ഒരുപാട് ദേശത്തിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രതാ സംഗ്രാം സംബന്ധി, അതായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം മുഴുകിയിരുന്നു, അതിനും അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പത്രകാരനായിട്ട് പ്രവർത്തിച്ചു, എഡിറ്ററായിട്ട് പ്രവർത്തിച്ചു. ഇതുകൂടാതെ അദ്ദേഹം ദേശസ്നേഹിയായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു, ആ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാമവൃക്ഷ ബേണിപുരിയെ കുറിച്ച് പറയാനുള്ളത് ഇതാണ്. നമ്മൾ രേഖാചിത്രം എഴുതിയിട്ടുള്ളതാണ്. രാമവൃക്ഷ ബേണിപുരി അദ്ദേഹം ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. അതായത് ബീഹാറിൽ തന്നെ ബേണിപ്പൂർ നാമ गाँव में उनका जन्म हुआ. इस कारण से उसके नाम के साथ एक उपनाम भी रखा था बेनीपुरी. ഇപ്പോൾ ബേണിപ്പൂർ എന്നുള്ള ഗ്രാമത്തിൽ ജനിച്ചുകൊണ്ട് ബേണിപ്പുരി എന്നുള്ള പേരും കൂടി കൂടെ വെച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസഹयोग आंदोलन में शामिल हो गए थे, നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിരുന്നു.
10ാം ക്ലാസ് പാസ്സായതിനു ശേഷം അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഭാഷകളൊക്കെ എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിവുള്ളതായിരുന്നു. പ്രഭാവശാലിയായിരുന്നു എന്ന് പറയുന്നത്. വളരെയധികം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ള വാക്കുകളും ഭാഷയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ വളരെ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു എന്ന് പറയുന്നു. ഇനി അദ്ദേഹം രാമവൃക്ഷ ബേണിപുരി ഭാരത് കെ एक മഹാൻ വിചാരകമായിരുന്നു, ചിന്തകമായിരുന്നു, ക്രാന്തികാരി സാഹിത്യകാരായിരുന്നു, പത്രകാരായിരുന്നു, സമ്പാദകത്തെ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം പ്രസിദ്ധ സാഹിത്യകാരത്തെ, അദ്ദേഹം പ്രസിദ്ധനായ സാഹിത്യകാരനായിരുന്നു. അതുപോലെ തന്നെ സമ്പാദക് കെ रूप में याद किए जाते हैं और പക്കേ ദേശഭക്തത്തെ, നല്ലൊരു ദേശസ്നേഹിയായിരുന്നു, രാജ്യസ്നേഹിയായിരുന്നു. സ്വതന്ത്രതാ സംഗ്രാമേ ഭാഗ് ലേനെ കെ കാരണം 8 വർഷ ജയിൽ में बिताए, 8 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞുകൂടി. ഹിന്ദി സാഹിത്യ പത്രകാർ और कई समाचार पत्रों में पत्रकार के रूप में काम किया. അത് इसके अलावा स्वतंत्रता संग्राम संबंधी कार्यों में भी മഗ്ന ഹുയി, അതിലും മുഴുകിയിരുന്നു എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ രചനകളെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. രാമവൃക്ഷ ബേണിപുരി की आत्मा में राष्ट्रीय भावना लहू के संग लहू के रूप में बहती थी. അദ്ദേഹത്തിൻ്റെ ആത്മാവിലെ ദേശീയ ഭാവന, ദേശസ്നേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ രൂപത്തിൽ ഒഴുകിയിരുന്നു എന്ന് പറയുന്നത്. ദേശസ്നേഹം എന്ന് പറയുന്നത്, രാഷ്ട്രീയ ഭാവന എന്ന് പറയുന്നത്. ജിസ്കെ കാരൻ ആജീവൻ വ ചൈൻ കി സാസ് ന ലേ സക്കെ. ഇപ്പോൾ ദേശസ്നേഹം അല്ലെങ്കിൽ ദേശീയ ഭാവന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ബ്ലഡിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവവായു എന്നുള്ള രീതിയിൽ ഒഴുകുക കാരണം ആജീവനാന്ത കാലം, അതായത് ജീവിതാവസാനം വരെ ചൈൻ കി സാസ്, ചൈൻ എന്ന് പറഞ്ഞാൽ ആശ്വാസം അല്ലെങ്കിൽ സുഖം, ആ സുഖത്തിൻ്റേതായിട്ടുള്ള ഒരു ശ്വാസം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സുഖജീവിതം നയിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് ഒരു ആശ്വാസം കിട്ടിയില്ല എന്ന് പറയുന്നത്. കാരണം ഇതിലൊക്കെ രാഷ്ട്രീയ ചേതന അല്ലെങ്കിൽ രാഷ്ട്രഭാവന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട്. उनके फुटकर लेगों से और उनके साथियों के संस्मरणों से ज्ञात होता है कि जीवन के प्रारंभ काल से ही क्रांतिकारी रचनाओं के कारण बार बार उन्हें कारावास भोगना पड़ता. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ ഓർമ്മകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉൻകെ ഫുട്കർ ലേഗോംസെ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നിന്ന്, ഉൻകെ സാത്യോംകെ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ സംസ്മരണോംസെ, ഓർമ്മകളിൽ നിന്നൊക്കെ നമുക്ക് യാദ് ഹോത്താ ഹെ, അറിയാൻ കഴിയും. എന്താണ്? ജീവൻ കെ പ്രാരംഭ കാൽസേഹി, ജീവിതത്തിൻ്റെ ആരംഭകാലം തൊട്ട് തന്നെ, ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ ക്രാന്തികാരി രചനാവൊക്കെ കാരണം, വിപ്ലവകരമായിട്ടുള്ള അല്ലെങ്കിൽ വിപ്ലവാത്മകമായിട്ടുള്ള രചനകൾ കാരണം എന്താ പറയുന്നത്, അദ്ദേഹത്തിന് ബാർ കാരാവാസ് ഭോഗനപ്പെട, വീണ്ടും ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യതാ സംഗ്രാമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 8 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നു. ഇത് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിലൊക്കെ ക്രാന്തികാരി ഭാവന, അതല്ലെങ്കിൽ വിപ്ലവാത്മകമായിട്ടുള്ള രചനകളായതുകൊണ്ട് പല പ്രാവശ്യവും അല്ലെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് കാരാഗ്രഹവാസം അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. सन 1942 में अगस्त क्रांति आंदोलन के कारण उन्हें हजारीबाग जेल में रहना पड़ा. 1942 ഓഗസ്റ്റ് വിപ്ലവം, ഓഗസ്റ്റ് റവല്യൂഷൻ, അഗസ്റ്റ് ക്രാന്തി എന്ന് പറയുന്നത് ഓഗസ്റ്റ് വിപ്ലവം കാരണം അതിൽ പങ്കെടുക്കുക കാരണം ഉനെ ഹസാരിബാഗ് ജയിൽ മേ രഹനെ പെടാ, ഹസാരിബാഗ് ജയിലിൽ അദ്ദേഹത്തിന് കഴിയേണ്ടതായിട്ട് വന്നു. ജയിൽവാസ് മേ ബി വ ശാന്ത് നഹീം ബൈഠ് സക്തേ ഹേ, ജയിൽവാസത്തിനിടയിൽ അദ്ദേഹത്തിന് സമാധാനത്തോടെ ഇരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് പറയുന്നത്. മേ വഹാൻ ജയിൽ മേ ബി ആഗ് ഭട്കാനെ വാലി രചന ലിഖ്തേ, അദ്ദേഹം ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ തീപ്പൊരി പാറുന്ന തരത്തിൽ അല്ലെങ്കിൽ അഗ്നി ജ്വലിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വളരെ ജ്വലിക്കുന്ന രചനകൾ അദ്ദേഹം എഴുതി എന്നാണ് പറയുന്നത്. ജബ് ബി വേ ജയിൽ സെ ബാഹർ ആത്തെ उनके हाथ में 2-4 ग्रंथों की पांडुलिपियाँ अवश्य होती जो आज साहित्य की अमूल्य निधि बन गई. ഇപ്പോൾ ജയിലിലായിരുന്നപ്പോഴും അദ്ദേഹം സ്വസ്ഥനായിട്ട് സമാധാനത്തോടുകൂടി അവിടെ ഇരുന്നിരുന്നില്ല, അവിടെ ഇരുന്നിട്ടും അദ്ദേഹം എഴുത്ത് തുടങ്ങി എന്ന് പറയുന്നത്. അത് തീപ്പൊരി പാറുന്ന രചനകൾ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള രചനകൾ ചെയ്തു. ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഉൻകെ ഹാത്മേ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2-4 ഗ്രന്ഥങ്ങളുടെ പാണ്ഡുലിപിയ, കയ്യെഴുത്ത് പ്രതികൾ, അദ്ദേഹം കൈകൊണ്ട് എഴുതിയ കോപ്പികൾ,
പാണ്ഡുലിപിയ അവശ്യ ഹോത്തി, കയ്യെഴുത്ത് പ്രതി അല്ലെങ്കിൽ നമ്മൾ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയും, അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ജോ ആജ് സാഹിത്യക്ക് അമൂല്യനിധി ബൻകി, അത് ഹിന്ദി സാഹിത്യത്തിൻ്റെ തന്നെ അമൂല്യനിധിയായിട്ട് അത് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ജയിലിലിരുന്നിട്ടും വെറുതെ ഇരുന്നില്ല, ആ സമയത്തും അദ്ദേഹം നല്ല നല്ല രചനകൾ ചെയ്തു. അതിൻ്റെ കയ്യെഴുത്ത് പ്രതിയായിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. അതിന്നും ഹിന്ദി സാഹിത്യത്തിൽ തന്നെ അമൂല്യനിധിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഉൻകി അധികതർ രചനായ ജയിൽവാസ് കി കൃതിയാം ഹേ, അദ്ദേഹത്തിൻ്റെ കൂടുതലും രചനകൾ എന്ന് പറയുന്നത് ജയിൽവാസത്തിൻ്റേതായിട്ടുള്ള കൃതികളാണെന്ന് പറയുന്നത്. सन 1930 के कारावास काल के अनुभव के आधार पर पतितों के देश में उपन्यास का सृजन हुआ. എന്താ പറയുന്നത്, 1930 ജയിൽവാസം അനുഭവിക്കുന്ന കാലത്തെ അനുഭവങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിതോം കെ ദേശമേം എന്ന് പേരുള്ള एक ഉപന്യാസ് എന്ന് പറഞ്ഞാൽ നോവല് സൃജൻ ഹുവ, രചിച്ചു എന്ന് പറയുന്നത്, നോവൽ എഴുതി എന്ന് പറയുന്നത്. അപ്പോൾ 1930 ജയിൽവാസം അനുഭവിക്കുന്ന കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു നോവൽ എഴുതി. അതാണ് പതിതോം കെ ദേശമേ എന്ന് പറയുന്ന നോവൽ അദ്ദേഹം എഴുതി എന്നാണ് പറയുന്നത്. ഇനി ഇസി പ്രകാർ सन 1946 में अंग्रेज भारत छोड़ने पर विवश हुए तो सभी राजनीतिक एवं देशभक्त नेताओं को रिहा कर दिया गया. ഇനി ഇസി പ്രകാർ അതുപോലെ सन 1946 में 1946 അംഗ്രേസ് ഭാരത് ചോടനെ പർ, ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ടപ്പോൾ, വിവശ് ഹുയേ തോ, അവർ വളരെയധികം നിർബന്ധിതരായി തീർന്നു, ഇന്ത്യ വിടാനായിട്ട് ഇംഗ്ലീഷുകാർ നിർബന്ധിതരായി തീർന്നു. ആ സമയത്ത് സബി രാജനീതിക് ഏവം ദേശഭക്ത നേതാവുംക്കോ, ആ സമയത്ത് പൊളിറ്റിക്കലായിട്ടുള്ള നേതാക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കന്മാരെയും ദേശഭക്ത നേതാവുംക്കോ, ദേശസ്നേഹിയായ രാജസ്നേഹിയായ നേതാക്കന്മാരെയൊക്കെ എന്ത് ചെയ്തു എന്ന് പറയുന്നത് റിഹാ കർദിയാകയ, മുക്ത് കർദിയാതയ, അവരെന്നെയൊക്കെ സ്വതന്ത്രരാക്കി എന്ന് പറയുന്നത്, അവർക്ക് ഫ്രീഡം കിട്ടിയെന്നാണ് പറയുന്നത്. റിഹാ കർദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചിപ്പിച്ചു, മുക്ത് കർദിയ എന്ന് പറയും, മോചിപ്പിച്ചു. ഉന്മേ രാമവൃക്ഷ ബേണിപുരി ജീവിതേ, അതിൽ അന്ന് ആ മോചിപ്പിച്ച ആ ദേശസ്നേഹികളായിട്ടുള്ള ആളുകളിൽ രാമവൃക്ഷ ബേണിപുരിയും ഉണ്ടായിരുന്നു. 1946 कारागार से मुक्ति की पावन पवन के साथ साहित्य की उत्कृष्ट रचना माटी की मूर्तें, कहानी संग्रह और अम्रपाली उपन्यास की पांडुलिपियाँ उनके उत्कृष्ट विचारों को अपने अंदर समा चुकी थी. എന്താ പറയുന്നത്, കാരാഗാർ സെ മുക്തിക്ക് പാവൻ പവൻ കെ സാത്ത്, അതായത് ജയിൽവാസത്തിൽ നിന്ന് മോചനം കിട്ടിയതിന് ശേഷം പാവൻ പവൻ കെ സാത്ത്, അതിൻ്റെ ശുദ്ധവായുവിനോടൊപ്പം തന്നെ, വളരെ പവിത്രമായിട്ടുള്ള ആ വായുവിനോടൊപ്പം തന്നെ സാഹിത്യക്ക് ഉത്കൃഷ്ട രചന, സാഹിത്യത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രചന, അതായത് ഒരു കഥാസമാഹാരമാണ് മാട്ടിക്ക് മൂർത്തം എന്നു പേരുള്ള കഥാസമാഹാരം. അതുപോലെ തന്നെ ആമ്രപാളി എന്നു പേരുള്ള ഒരു നോവൽ, ഉപന്യാസം എന്ന് പറഞ്ഞ നോവൽ, അതും പാണ്ഡുലിപിയ, അതിൻ്റെ കയ്യെഴുത്ത് കോപ്പി, അതിൻ്റെ കയ്യെഴുത്ത് പ്രതി, ഉനക്ക് ഉത്കൃഷ്ട വിചാരമൊക്കെ അപ്പനെ അന്തർ സമാ ചുകി थी, അതിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ ചിന്തകളെ വിചാരങ്ങളെയൊക്കെ ഉള്ളിലേക്ക് നിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു രചനയായി ഈ രണ്ട് രചനകൾ മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ജയിൽവാസത്തിൽ നിന്ന് മോചനം കിട്ടി ആ ശുദ്ധമായി ശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ട് രചനകൾ, ഒന്ന് ഒരു കഹാനി സംഗ്രഹമാണ് മാട്ടിക്ക് മൂർത്തി എന്ന് പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായ രചനയായിട്ട് പറയുന്നു. അതുപോലെ ആമ്രപാളി എന്ന് പറയുന്ന നോവല്, ഇത് രണ്ടും, ഇതിൻ്റെ രണ്ടിൻ്റെയും കോപ്പികൾ അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതികൾ അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ടമായ വിചാരങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് സ്വയം നിറയുന്ന തരത്തിൽ, അതിനെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള രണ്ട് രചനകളായിട്ടത് മാറിയിരുന്നു, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ. ഇനി പറയുന്നു, ഉൻകി അനേക രചനായേം തോ യശ് കലഗി കെ സമാൻ ഹേ, ഉന്മേം ജയപ്രകാശ്, നേത്രദാൻ, സീതാ की मां, विजेता, मील के पत्थर, गेहूं और गुलाब, शेक्सपियर के गाँव में और नीम की ईंट शामिल है. ഇനി അദ്ദേഹത്തിൻ്റെ അനേക രചനകൾ യശ് കലഗിക്ക് സമാൻ ഹേ, അതായത് യശസ്സിൻ്റെ, കീർത്തിയുടെ, പ്രസിദ്ധിയുടെ, കലഗിക്ക് സമാൻ ഹേ, കൊടുമുടിയിലെത്തിയ അതിന് സമാനമായിട്ടുള്ള, അതായത് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന രചനകൾ, അനേക രചനകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പറയുന്നത് ജയപ്രകാശ് ഉണ്ട്, നേത്രദാൻ,
അതുപോലെ സീതാ കി മാ, വിജേത, മീൽ കെ പത്തർ, ഗേഹൂം ഓർ ഗുലാബ്, ഷേക്സ്പിയർ കെ ഗാവ് മേ, നേവ് കി ഈണ്ട് ഷാമിൽ ഹെ, ഇതെല്ലാം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യശസ്സിൻ്റെ, അതായത് പ്രസിദ്ധിയുടെ, കീർത്തിയുടെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന രചനയ്ക്ക് സമാനമായിട്ടുള്ള രചനകളാണ്. इन लेखों में भी रामऋषि बेनीपुरी ने अपने देश प्रेम, साहित्य प्रेम, त्याग की महत्ता, साहित्यकारों के प्रति सम्मान भाव दर्शाए है, वह अविस्मरणीय है. ഈ ലേഖനങ്ങളിലൊക്കെ രാമവർഷം വേണിപുരി അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം, സാഹിത്യസ്നേഹം, ത്യാഗത്തിൻ്റെ മഹത്വം, സാഹിത്യകാരന്മാരോടുള്ള ആദരവ് തുടങ്ങിയ ഭാവങ്ങൾ ദർശിക്കാൻ സാധിക്കും. അത് വളരെ അവിസ്മരണീയമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി ഉनकी रचनाओं का विस्तृत विवरण इस प्रकार है. ഇനി അദ്ദേഹത്തിൻ്റെ രചനകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബഹുമുഖി പ്രതിഭ എന്ന് പറയാൻ പറ്റും നമുക്ക്. അദ്ദേഹത്തിൻ്റെ നാടകം അംബപാലി, സീതാ കി മാ, സംഘമിത്ര, അമർജ്യോതി, തഥാഗത്, സിംഹൾ വിജയ്, ശകുന്തള, രാമരാജ്യ, നേത്രദാൻ, ഗാവ് കെ ദേവത, നയാ സമാജ്, വിജേത, ബൈജു മാമ, ശ്മശാൻ മേ അഖേലി, അന്തി ലഡ്കി കെ ഹാത്ത് മേ അഗർബത്തി. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളാണ്. ഇനി സമ്പാദനവും ആലോചന. സമ്പാദനം എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്. അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുന്നു, അതിന് എഡിറ്റിംഗ് ആണ് സമ്പാദനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആലോചന, അതേപോലെ തന്നെ അതിൻ്റെ വിമർശനങ്ങൾ. അത് വിദ്യാപതിയുടെ പദാവലിയാണൊന്ന്. അതിൽ ബിഹാരി സത്സയിക്ക്, സുബോധ് ടീക്ക ജീവനി, ജയപ്രകാശ് നാരായൺ, ഇവരെ 3 പേരെയും കുറിച്ചുള്ള രചനയുടെ ക്രിറ്റിക്സ് അതുപോലെ തന്നെ എഡിറ്റിംഗ് അദ്ദേഹം നടത്തി. നെക്സ്റ്റ് സംസ്മരൺ തഥാ നിബന്ധാണ്. സംസ്മരണാത്മക ലേഖനം എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പുകൾ, അതുപോലെ തന്നെ നിബന്ധ്, ഉപന്യാസം, എസ്സെ. പതിതോം കെ ദേശ് മേ, ചിതാ കെ ഫൂൽ, ലാൽ താര, കൈദി കി പത്നി, മാട്ടി, ഗേഹൂം ഔർ ഗുലാബ്, ജഞ്ചീരേം ഔർ ദീവാരേം, ഉഡ്തേ ചലോ. ഇത് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ്, എന്താ പറയുക, എസ്സേകളാണ്. ലളിത് ഗദ്യ, ബന്ദേവാണി വിനായക് എന്നു പേരുള്ള ഒരു ചെറിയൊരു ഗദ്യരചന അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രന്ഥാവലി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ പേരാണ്. കളക്റ്റഡ് വർക്ക്സ് ഓഫ് രാമവൃക്ഷ് ബേണിപുരി, 8 വോളിയൂംസ്. അത് 8 വോളിയമായിട്ട് കളക്റ്റഡ് വർക്ക്സ് ഓഫ് രാമവൃക്ഷ ബേണിപുരി എന്ന പേരിൽ, അതായത് രാമവൃക്ഷ ബേണിപുരി രചനാ സഞ്ചയൻ, ഹിന്ദിയിൽ അത് രാമവൃക്ഷ ബേണിപുരി രചനാ സഞ്ചയൻ എന്ന പേരിൽ 8 വാല്യങ്ങളായിട്ട് അല്ലെങ്കിൽ 8 വോളിയങ്ങളായിട്ട് രചിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളാണ്. 1999 में भारतीय डाक सेवा द्वारा बेनीपुरी जी के सम्मान में भारत का भाषाई सौहार्द मनाने हेतु भारतीय संघ के हिंदी को राष्ट्रभाषा अपनाने के अर्धशती वर्ष में डाक टिकटों का एक सेट जारी किया. ഇനി 1999 നമ്മുടെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, പോസ്റ്റൽ സർവീസ് മുഖേന ബേണിപുരിജിയെ ആദരിക്കാനായിട്ട് അദ്ദേഹം, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഭാഷാപരമായുള്ള സൗഹൃദം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹിന്ദിയെ രാഷ്ട്രഭാഷയായിട്ട് സ്വീകരിച്ചതിൻ്റെ 50ാം വർഷം ആചരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാമവൃക്ഷ ബേണിപുരിയുടെ പേരിൽ സ്റ്റാമ്പിൻ്റെ ഒരു സെറ്റ് അവിടെ പുറത്തിറക്കി എന്ന് പറയുന്നത്. അതുപോലെ ഉनके सम्मान में बिहार सरकार द्वारा वार्षिक अखिल भारतीय രാമവൃക്ഷ ബേണിപുരി പുരസ്കാർ ദിയാ ജാതാ ഹെ. ഇനി അദ്ദേഹത്തെ ആദരിക്കാനായിട്ട്, അദ്ദേഹത്തിന് റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. ബീഹാർ സർക്കാർ വാർഷിക അഖിൽ ഭാരതീയ രാമവൃക്ഷ ബേണിപുരി പുരസ്കാർ എന്ന് പറയുന്നൊരു പുരസ്കാരം കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ബീഹാർ സർക്കാർ അദ്ദേഹത്തിൻ്റെ പേരിൽ, രാമവൃക്ഷ ബേണിപുരിയുടെ പേരിൽ പുരസ്കാരം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ആദരിക്കാനായിട്ട്. ഇനി 9 सितंबर 1968 को वे इस संसार से विदा हो गए. 1968 സെപ്റ്റംബർ 9 അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി. അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹം ഒരുപാട് രചനകൾ ചെയ്തിട്ടുണ്ട്. രാമവൃക്ഷ ബേണിപുരി എന്ന് പറയുന്നത്, ബേണിപുരി എന്നുള്ള പേര് വന്നത് ബേണിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ചതുകൊണ്ടാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് രചനകളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, അസഹयोग आंदोलन में भाग लिया, അതുപോലെ തന്നെ അഗസ്റ്റ് ക്രാന്തി में भाग लिया. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വിപ്ലവാത്മകമായിട്ടുള്ള രചനകൾ അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് കई साल അല്ലെങ്കിൽ ബാർ ഉനേ ജയിൽവാസ് ഭോഗനെ പട, ഒരുപാട് കാലം ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു.
അതുപോലെ അദ്ദേഹം പക്കേ ദേശഭക്തത്തെ എന്നാണ് പറയുന്നത്. നല്ലൊരു ദേശസ്നേഹിയായിരുന്നു, നല്ലൊരു പ്രസിദ്ധ സാഹിത്യകാരനും കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സ്വതന്ത്രതാ സംഗ്രാം സംബന്ധി കാര്യമേ മഗ്ന ഹുവാ താ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ഒരുപാട് അതിൽ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ദേശസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന രചനകൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ രാമവൃക്ഷ പേണിപുരിയുടെ ഒരു രേഖാചിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഒരുപാട് രചനകളുണ്ട്, ബഹുമുഖി പ്രതിഭയാണ്. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 രചനയുടെ പേരൊക്കെ അല്ലെങ്കിൽ 4 രചനയുടെ പേരൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയും ചോദ്യങ്ങൾ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.